ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പൊട്ടറ്റോ മസാലയും പിന്നെ അതിനോടൊപ്പം തന്നെ എണ്ണയൊന്നും കുടിക്കാത്ത നല്ല അടിപൊളി പൂരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പൂരിക്കകത്ത് എപ്പോഴും എണ്ണ കയറും, അതുകൊണ്ട് അധികം കഴിക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ സിമ്പിൾ റെസിപ്പി ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ പൂരിക്കുള്ള മാവ് നമുക്കൊന്ന് ആദ്യം കുഴച്ച് വെക്കാം. അപ്പോൾ ഞാനിതിൽ ഗോതമ്പ് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ പൊടി നമ്മൾ കുഴയ്ക്കുന്നിടത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്. എണ്ണ അധികം കയറാതിരിക്കാനായിട്ട് ഇവിടെ ഒരു ട്രിക്കുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുമ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കും, നമ്മൾ എണ്ണയൊക്കെ ആഡ് ചെയ്യും. പക്ഷേ നമ്മളിവിടെ ഈ പൂരിയുടെ മാവ് കുഴയ്ക്കുന്ന സമയത്ത് മാവ് നല്ല കട്ടിയായിട്ടിരിക്കണം. അതായത് ഇതേപോലെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അധികം വെള്ളം ഒഴിക്കാതെ കുറച്ച് കട്ടിയായിട്ട് വേണം നമ്മളത് കുഴച്ചെടുക്കാൻ. കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. ഇതേപോലെ ആയി വരും. ഇനി നമ്മളത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിൽ നമ്മൾ എണ്ണ ഒന്നും ചേർത്തിട്ടില്ല, അത് സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടുന്ന സൈഡ് ഡിഷ് പൊട്ടറ്റോ മസാല തയ്യാറാക്കാം. അപ്പോൾ ഇത് പാനിൽ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, കടുക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു സവാള കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സവാള ഒന്ന് വാടി വരുന്നതിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ആ സവാള ഒന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് വെന്തുടഞ്ഞ പൊട്ടറ്റോ കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ സ്റ്റൗ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റേ നമുക്ക് ഇതിനെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിന് ശേഷം ആ മാവ് ഒരു 15 മിനിറ്റേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പൂരിയുടെ മാവ് എപ്പോഴും കുറേ നേരം അത് കുഴച്ച് വെക്കണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതാണ് നല്ലത്. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കട്ടിയായിരിക്കും, പക്ഷെ നമുക്ക് ഇതേപോലെ കൈ കൊണ്ട് പരത്തി ഇതേപോലെ ആക്കിയെടുക്കാം. ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് നമ്മുടെ എത്ര വലുപ്പത്തിലുള്ള പൂരിയാണെന്ന് വെച്ചാൽ ഇതേപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ പൂരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് പൂരി. ഒട്ടും എണ്ണ കയറത്തില്ല. ഇത്ര മാവ് നല്ല കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് എണ്ണയൊന്നും കയറത്തില്ല. അതുമല്ല, നമ്മൾ ആ മാവിൽ ആവശ്യമില്ലാതെ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കുന്നുമില്ല. ഇവിടെ മാത്രമേ നമ്മളിതിൽ ഓയിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കുറച്ച് സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരിയാണ് ആയി വരുന്നത്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഒന്ന് എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ പൂരി നല്ല പെർഫെക്റ്റ് ആയിട്ട് എണ്ണയൊന്നും കുടിക്കാതെ വന്നിട്ടുണ്ട്. എല്ലാവരും വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വെറൈറ്റി ആയിട്ടൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ.